വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നല്ല മൊരിഞ്ഞ പെർഫെക്റ്റ് ഉഴുന്നുവടയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇനി ഉഴുന്നുവട നന്നായിട്ടില്ല എന്ന് ആരും പറയരുത്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇതിൽ പറഞ്ഞിട്ടുള്ള ചേരുവകളും ടിപ്സൊക്കെ അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചമ്മന്തിൻ്റെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ വെറുതെയോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ഉഴുന്നോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഉഴുന്ന് പരിപ്പോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 1 മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്ത് വെച്ചാൽ മതിയാവും. അപ്പം തന്നെ ഉഴുന്ന് നന്നായിട്ട് കുതിർന്നിട്ട് കിട്ടും. ഞാനിതൊരു മണിക്കൂറൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉഴുന്നൊക്കെ കുറച്ചിങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം അങ്ങ് ഊറ്റിക്കളയാം. വെള്ളം തിരയില്ലാതെ വേണം ഊറ്റി എടുക്കാനായിട്ട്. കാരണം നമുക്ക് ഇത് അരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായിപ്പോവും. നിങ്ങളെ കയ്യിൽ ഗ്രൈൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അരച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ മീഡിയം ജാറിലാണ് അരച്ചെടുക്കുന്നത്. ചെറിയ ചെറിയ ബാച്ചായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ 4 തവണയായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അരയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിക്കുക. അതായത് 1 സ്പൂണോ 2 സ്പൂണോ മാത്രം വെള്ളം ഉപയോഗിക്കുക ഓരോ ബാച്ചിനും. കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ദോശമാവോ ഇഡ്ഡലി മാവോ ഒക്കെ പോലെ ലൂസായി പോവും. അപ്പം നമുക്ക് കറക്റ്റ് ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വശങ്ങളിൽ പറ്റി പിടിച്ചിട്ടുള്ള ഉഴുന്ന് പരിപ്പും കൂടെ നടുവിലേക്ക് ആക്കിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നമുക്ക് തീരെ തരിയില്ലാതെ വേണം ഈ ഒരു മാവ് അരച്ചെടുക്കാൻ. ഞാനിതാ ഫസ്റ്റ് ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിലുള്ള മാവാണ്. ഇത് നല്ല സ്മൂത്തായിട്ടാണ് ഉള്ളത്. ഇതിനകത്ത് ഒരു തരിയും ഇല്ല. ഇങ്ങനെ തന്നെ അരച്ചെടുക്കണം. നമുക്ക് ബാക്കിയുള്ള ഉഴുന്നൊക്കെ ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അങ്ങനെ ഞാൻ 4 തവണയായിട്ട് മൊത്തം ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൈ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി ഉപയോഗിച്ചിട്ടോ ഇതുപോലെ നന്നായിട്ട് മാവിനെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മാവിൻ്റെ അകത്തേക്ക് എയർ കയറും. മാവ് ഏരിയേറ്റാവും. നല്ല ലൈറ്റായിട്ടുള്ള മാവായിട്ട് കിട്ടും. നിങ്ങൾ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വേണ്ട. കാരണം പണ്ടൊക്കെ നമ്മൾ കല്ലിൽ വെച്ചിട്ടാണല്ലോ ഉഴുന്ന് അരയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് എയർ കയറും. അപ്പോൾ ഗ്രൈൻഡറിലും അതേപോലെ തന്നെയാണ്. എയർ നന്നായിട്ട് മാവ് അരയ്ക്കുമ്പോൾ തന്നെ മാവിൻ്റെ അകത്തേക്ക് കയറും. നമ്മളിപ്പോൾ മിക്സിയിൽ അരയ്ക്കുന്നതിനെ കൊണ്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് നമുക്ക് അങ്ങനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ലൈറ്റായിട്ടുള്ള മാവ് കിട്ടും. മാവ് ലൈറ്റായി എന്നുള്ളത് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിൻ്റെ അകത്ത് മാവിൻ്റെ ചെറിയൊരു പോർഷൻ ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് പൊങ്ങി കിടക്കും. അത് താന്നു പോവില്ല. മാവ് നല്ല ലൈറ്റായത് കാരണം പൊങ്ങിയിരിക്കും. നന്നായിട്ടൊന്ന് കൈ കൊണ്ട് അടിച്ച് പതിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ള മാവ് കിട്ടും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മാവിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്തിട്ട് ഇപ്പം തന്നെ ചുട്ടെടുക്കാം. പക്ഷേ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ നല്ല വീർത്ത ഉഴുന്നുവട നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പുളിക്കാൻ വെക്കണം. ഒരു 5 മണിക്കൂറെങ്കിലും ഇത് പുളിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോഴേ നിങ്ങൾക്ക് നല്ല ചായക്കടയിൽ ഉഴുന്നുവട കിട്ടുള്ളൂ. ഞാനിതൊരു 5 മണിക്കൂർ ഒന്ന് അടച്ചിട്ട് പുളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ചൂടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചാൽ മതി. ഇനി ഞാനിതിലേക്കുള്ള ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഞാനൊരു പകുതി ഉള്ളി ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട്. സവാളയാണ്. അതുപോലെ തന്നെ ഒരു വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് ചെറുതായി നുറുക്കിയതുണ്ട്. 2 തണ്ട് കരിവേപ്പില നുറുക്കിയതുണ്ട്. 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയാണ് കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട്. അപ്പം മാവ് ഇതുപോലെ ഇരിക്കും. നമ്മൾ ഇഡ്ഡലി മാവൊക്കെ പൊങ്ങി വരില്ലേ, അതുപോലെ നന്നായിട്ട് റൈസായിട്ട് പൊങ്ങിയിരിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മൾ മാവ് പുളിക്കാൻ വെച്ചത് കാരണം മാവ് കുറച്ച് നനഞ്ഞിട്ടുണ്ടാവും. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1/4 കപ്പിന് താഴെ അരിപ്പൊടി ഇതിൽ ഇട്ടിട്ടുള്ളൂ. ഒരുപാട് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഉള്ളിൽ വേവാതെ ഇരിക്കും. അതുപോലെ തന്നെ കുറച്ച് ഹാർഡാവും ചെയ്യും. നിങ്ങളെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന പാകത്തിൽ മാവായി കഴിഞ്ഞാൽ അരിപ്പൊടി ഇടുന്നത് നിർത്തുക. വറുത്ത പച്ചരിപ്പൊടിയാണ്. അപ്പോൾ ഒരുപാട് ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ മാവ് അരയ്ക്കുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം ചേർത്ത് മാത്രം അരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അരിപ്പൊടി ഇടേണ്ട ആവശ്യം വരില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ബാക്കിയുള്ള നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നിങ്ങളിത് ഫ്രൈ ചെയ്യാൻ ആവുന്ന സമയത്ത് മാത്രം ഈ ചേരുവകളും ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കുക. അല്ലാതെ നേരത്തെ ഇട്ട് വയ്ക്കരുത്. കാരണം ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഇടുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പാർ പൊടിയും ഇട്ട് കൊടുക്കാവുന്നതാണ്.
ഇത്രയേ ഉള്ളൂ ചേരുവകൾ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മാവ് റെഡിയാക്കി വെക്കാം. ഇനിയിപ്പം തന്നെ നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ ഉഴുന്നവട എങ്ങനെ ഷേപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു ബൗളിൽ വെള്ളം എടുക്കുക. എന്നിട്ട് നിങ്ങൾ 2 കൈയും ആ വെള്ളത്തിലൊന്ന് മുക്കുക. അതിനുശേഷം കുടയുക. അതായത് കയ്യിൽ വെള്ളം വേണ്ട, ജസ്റ്റ് ഒന്ന് നനഞ്ഞാൽ മതി. അതിനുശേഷം മാവിൻ്റെ വലിയൊരു പോർഷന് കയ്യിലെടുക്കാം. നമ്മളിപ്പം കടയിൽ നിന്ന് കിട്ടുന്ന ഉഴുന്നവട ചെയ്യുന്നതിനെ കൊണ്ട് ഞാൻ വലിയ ഉഴുന്നവടയാണ് ഉണ്ടാക്കുന്നത്. വലിയൊരു ബോൾ കയ്യിലെടുത്തതിന് ശേഷം കൈയിൻ്റെ ഉൾഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു റൗണ്ട് ഷേപ്പിൽ കുറച്ച് കട്ടിയിലാണ് വേണ്ടത്. ഒരുപാട് നേരം ഈ മാവ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെക്കരുത്. നമ്മളെ കൈ നനഞ്ഞതും പിന്നെ കൈയിൻ്റെ ചൂടും തട്ടുമ്പം മാവ് ഒന്ന് അയഞ്ഞു പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാം. ഞാൻ എൻ്റെ ചൂണ്ടുവിരലൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. അതിനുശേഷം നടുവിൽ ഇതുപോലെ വലിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. വലിയ ഹോൾ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഫ്രൈ ചെയ്യുമ്പോൾ ഉഴുന്നുവട വീർക്കുമ്പോൾ ചെറിയ ഹോളായിട്ട് മാറും. ഇതല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, വെറുതെ ഒരു കൈ നനച്ചിട്ട് ഇതുപോലെ വലിയൊരു ബോളാക്കിയതിന് ശേഷം നിങ്ങളുടെ തള്ളവിരലൊന്ന് നനയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഹോളിട്ടിട്ട് ഡയറക്റ്റായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു മെത്തേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടാണ്. അതുപോലെ ആദ്യമായിട്ട് ഉഴുന്നുവട ഉണ്ടാക്കുന്നവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യത്തെ മെത്തേഡ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നന്നാവുക. ഉഴുന്നുവട ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ പോലത്തെ ഒരു ഫ്രൈ പാൻ ഉപയോഗിക്കാം. പിന്നെ വട മുങ്ങി പൊരിയാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കണം. എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായ ശേഷം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ട് നേരത്തെ ഞാൻ കാണിച്ച അതേ മെത്തേഡിൽ കൈ വെള്ളത്തിൽ നനയ്ക്കുക. അതിനുശേഷം മാവ് കൈൻ്റെ ഉൾഭാഗം വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക. ചൂണ്ടുവിരലൊന്ന് നനച്ചതിന് ശേഷം നടുവിൽ വലിയൊരു ഹോളിടുക. കൈ ഒന്നും കൂടെ നനച്ചിട്ട് ആ കൈയിലേക്ക് വടയുടെ മാവ് തട്ടിയിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതേ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഷേപ്പിലുള്ള ഉഴുന്നുവട കിട്ടും. ഫസ്റ്റത്തെ ഉഴുന്നുവട ചിലപ്പോൾ ശരിയാവണമെന്നില്ല. പക്ഷേ പിന്നെ രണ്ടാമത് മൂന്നാമത് ഉണ്ടാക്കുന്നത് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ വലിയ ഉഴുന്നുവട ആയതുകൊണ്ട് തന്നെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ ഉൾഭാഗം വേവുള്ളൂ. അല്ലെങ്കിൽ പുറം മാത്രം വെന്തിട്ട് ഉള്ളിൽ വേവാതിരിക്കും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ വടയായിട്ട് അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ 2 3 ഒരുമിച്ച് ഫ്രൈ ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ഉഴുന്നുവട ഇടുന്ന സമയത്ത് ആദ്യത്തെ ഉഴുന്നുവട ഒന്ന് കോരികൊണ്ട് ഇതുപോലെ സൈഡിലേക്ക് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ഒട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തത് ഒന്ന് പഫായി കഴിഞ്ഞ് മേലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കോരി എടുത്ത് കളയാം. തിരിച്ച് മറിച്ചു വിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്യാം. ഒരുപാട് ബ്രൗൺ ആക്കണ്ട, കാരണം പുറത്ത് നിൽക്കുമ്പം ഒന്നും ബ്രൗൺ ആവുമല്ലോ. ഇത് നല്ല മൊരിഞ്ഞ ഉഴുന്നുവടയാണ്. ഞാനിതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇങ്ങനെ നെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാനിതൊന്ന് മുറിച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. പുറത്ത് നല്ല മൊരിഞ്ഞ് നിൽക്കുന്ന ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ്. നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ആ അടിച്ചു കൊടുക്കുന്നതും അതുപോലെ തന്നെ മാവ് പുളിക്കാൻ വെക്കുന്നതും ഒക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ നല്ല വീർത്തിട്ടുള്ള ഉള്ളിൽ സോഫ്റ്റും പുറത്ത് മൊരിഞ്ഞിട്ടുള്ള വട കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഡയറക്റ്റ് എണ്ണയിലിടാൻ പേടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കോരിയോ തവിയോ എടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് വെള്ളം ആക്കി കൊടുക്കുക. എന്നിട്ട് മാവ് ഇതിൻ്റെ മേലെ ഉരുട്ടി വയ്ക്കുക. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ വിരൽ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നടുവിൽ ഹോളിട്ട് കൊടുക്കുക. ഡയറക്റ്റായിട്ട് തവി എണ്ണയിലേക്ക് വെച്ചിട്ട് തവി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉഴുന്നുവട എണ്ണയിലായിട്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് അരിപ്പയിലോ കോരിയിലോ ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ബേക്കിംഗ് പൗഡറോ സോഡയോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല പഫി ആയിട്ടുള്ള മുരിഞ്ഞ വട നിങ്ങൾക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത് സാമ്പാറിൻ്റെ കൂടെയോ ചമ്മന്തിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. ഉഴുന്നുവട എപ്പോഴും ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാനിപ്പോൾ ഒരു തേങ്ങാ ചമ്മന്തിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് പുളിയില്ലാത്ത തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇൻഗ്രീഡിയൻസും ടിപ്സൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.